കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. പറയുമോ എന്താ ചെയ്യണ്ടേ? ഇതുവരെ നീ ചെയ്തതൊക്കെ ധാരാളം ബേബി. ഇനി ഞാൻ രംഗപ്രവേശനം നടത്താൻ പോവുക. നാളെ ഷഷ്ടിപൂർത്തിയുടെ ആഘോഷങ്ങൾ നടക്കുമ്പോ കഥ മൊത്തം ഞാൻ തകിടം മറിച്ചോളാം. അമ്മ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഏത് വകുപ്പിൽ ഇങ്ങോട്ട് വരുന്നേ? മാളവികയുടെ അമ്മ ഇങ്ങോട്ട് വരുന്നുണ്ടെന്നല്ലേ പറഞ്ഞേ? അവരെന്തിനാവും ഇങ്ങോട്ട് വരുന്നേ? എന്തായിരിക്കും പ്ലാൻ? പ്ലാൻ എന്താ മോം? കേട്ടോ, അവരെന്തോ പ്ലാനിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഞാൻ ആദ്യം അങ്ങോട്ടൊന്ന് വന്നോട്ടെ ബേബി. എന്നെ അവരെങ്ങനെ റിസീവ് ചെയ്യുമെന്ന് നോക്കട്ടെ. ആ സ്വീകരണത്തിനനുസരിച്ച് വേണം ബാക്കി കാര്യങ്ങൾ എങ്ങനെ വേണോന്ന് തീരുമാനിക്കാൻ. ഓക്കെ മോം, നാളെ അമ്മ വരുന്നതും കാത്ത് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ബൈ. ബൈ ബേബി. ഫോൺ കട്ട് ചെയ്തല്ലോ ദേവേട്ടാ. പ്ലാൻ എന്താന്ന് കേൾക്കാനും കഴിഞ്ഞില്ല. അവളുടെ അമ്മ പറഞ്ഞത് വല്ലതും ദേവേട്ടൻ കേട്ടിരുന്നോ? ആ, നമ്മൾ ബഗിൾസ് വെച്ചത് മാളവികയ്ക്കല്ലേ? അപ്പം മാളവിക സംസാരിക്കുന്നതും അവളുടെ തൊട്ടടുത്ത് നിന്ന് സംസാരിക്കുന്നവരുടെ ശബ്ദവും മാത്രമേ നമുക്ക് കേൾക്കാൻ സാധിക്കൂ. അങ്ങേ തലയ്ക്കൽ ആരെങ്കിലും ഫോണിൽ സംസാരിച്ചാൽ അത് നമുക്ക് കേൾക്കാൻ പറ്റില്ല. സാരല്ല, നാളെ ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നേ. അപ്പം നമുക്ക് പിടിക്കാന്നേ. അപ്പൊ രണ്ടുപേരും ഒന്നിച്ചു നിന്ന് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാതിരിക്കില്ല. അത് റെക്കോർഡ് ചെയ്ത് കൈയോടെ പിടികൂടാ. എന്തുപറ്റി ദേട്ടാ? എന്തേലും വിവരം ലീക്കായിട്ടുണ്ടോ? വിനയ, മാളവികയുടെ അമ്മ നാളെ ഇങ്ങോട്ട് വരുന്നുണ്ടത്രേ. അവരെന്തൊക്കെയോ വലിയ പ്ലാനുമായിട്ടാ വരുന്നതെന്ന് തോന്നുന്നു. എന്ത് പ്ലാൻ ഉണ്ടാക്കിയാൽ എന്ത് കാര്യം ചേച്ചി? വന്നിരിക്കുന്നത് അമ്മയാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാ അവൾ ഇവിടുത്തെ ആരും അല്ല എന്നുള്ള കാര്യവും തെളിയിക്കാൻ പറ്റുമല്ലോ. അതുപോലെ അവളെ നമുക്ക് ഇവിടെ നിന്ന് പുറത്താക്കാൻ. അല്ല വിനയ, മാളവികയെ ഇവിടുന്ന് പുറത്താക്കണമെങ്കിൽ അവൾ ഈ ഫോണിൽ എന്താ സംസാരിക്കുന്നതെന്ന് അറിഞ്ഞാൽ മാത്രം മതിയാവും. പക്ഷെ അവൾ വൈദേഹി എന്തോ ചെയ്തിട്ടുണ്ട്. അതെന്താണെന്നാണ് എനിക്ക് മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് വേണം അവളെ പറഞ്ഞയക്കാൻ. എങ്ങനെയെങ്കിലും നാളെ തന്നെ അവളെക്കുറിച്ചുള്ള സകല രഹസ്യങ്ങളും കണ്ടുപിടിക്കണം. നാളെ നേരം വെളുക്കുമ്പോൾ തൊട്ട് ആ അമ്മയും മോളും ആരാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എന്താ നീ ഇപ്പൊ എന്തിനാ എങ്ങോട്ട് വന്നേ? ആ തലയണയും പുതപ്പ് എന്തിനാ എടുത്തോണ്ട് വന്നേ? തലയണയും പുതപ്പ് എന്തിനാ കൊണ്ടുവരാ? കിടക്കല വിരിക്കാൻ. ഇന്ന് തൊട്ട് ഈ ജാനകി നമ്മൾ വിചാരിച്ച കാര്യം നടക്കുന്നത് വരെ സുഖായിട്ട് എന്റെ ദേവേട്ടനൊപ്പാ. നീ എന്തിനാ എന്റെ കിടക്കാൻ കയറിയ? താഴെ ഇറങ്ങ്. അല്ലെങ്കിൽ തന്നെ നീ ഇവിടെ കിടക്കേണ്ട കാര്യം എന്താ? അതെന്തൊരു ചോദ്യാ? മാളവിക എന്താ സംസാരിക്കുന്നതെന്ന് ദേവേട്ടന്റെ ഫോണിൽ മാത്രല്ലേ കേൾക്കാൻ പറ്റൂ. അത് നീ കേൾക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ കേട്ടിട്ട് പറഞ്ഞാ പോരെ? എത്ര ഭംഗിയായിട്ട് കേൾക്കുന്നെന്നുള്ളത് ഞാൻ കാലത്തെ കണ്ടതാ. ഫോൺ എവിടെയെങ്കിലും വെച്ചിട്ട് വേറെ എവിടെയെങ്കിലും പോയിരിക്കും. ആ സമയത്ത് അവളുടെ അമ്മയായിട്ട് എന്ത് പ്ലാൻ ഉണ്ടാക്കിയെന്ന് വലുതും അറിഞ്ഞോ? ഇനി ബാത്റൂമിൽ പോയാലും ഫോണുമായിട്ട് ഞാൻ പോവുള്ളൂ. ആ പേരും പറഞ്ഞോണ്ട് നീ എന്റെ മുറി കയറി കൂടാനൊന്നും നോക്കണ്ട. എന്റെ ബെഡെ കിടക്കാന്നുള്ള വിചാരം ഒട്ടും വേണ്ട. എന്നാലേ ആ ഫോൺ എനിക്ക് തന്നേക്ക്. ഞാനാകുമ്പോ ഒന്നും വിടാതെ നോക്കും. അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. ഇന്ന് ഞാൻ ഇവിടുന്ന് പോവാനും പോകുന്നില്ല. ഇവിടെ കിടക്കാൻ പറ്റില്ല എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? എന്താ ദേവേട്ട പറ്റിയേ? എന്ന് വെച്ചാ ദേവേട്ടന് വിശ്വാസമില്ല അല്ല? എന്താ നിന്റെ വിചാരം? എന്റെ മനസ്സിൽ വൈദേഹിക്ക് മാത്രമേ സ്ഥാനമുള്ളൂ. മറ്റാരും അത് മോഹിക്കണ്ട. ശരിക്കും ദേവേട്ടന്റെ മനസ്സിൽ വൈദേഹി മാത്രമുള്ളെങ്കിൽ പിന്നെ അടുത്ത് ആര് കിടന്നാലും മനസ്സൊന്നുകൊണ്ട് ചഞ്ചലപ്പെടരുത്. ഈ വേണ്ട വാശി എന്തിനാന്ന് എനിക്കറിയാം. എങ്ങാനും എന്നോട് ഇഷ്ടം തോന്നിപ്പോയാലോന്ന് പേടിയുള്ളത് കൊണ്ടല്ലേ ദേവേട്ട? അങ്ങനെയുള്ള സീനൊന്നുമില്ല. എന്റെ ജീവിതത്തിൽ ഒരാൾക്ക് മാത്രമേ സ്ഥാനമുള്ളൂ. അതെന്റെ വൈദേഹി മാത്രം. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ ദേവേട്ടൻ പേടിക്കുന്നേ? ഞാനിവിടെ കിടന്നോട്ടെ. കിടന്നോ.
എനിക്കങ്ങനെ പേടിയൊന്നുമില്ല. ശരി, എന്ന് ദേവേട്ടനും കിടന്നു. ഹേയ്, നീ എന്തിനാ എന്റെ ദേഹത്ത് കൈവയ്ക്കുന്നേ? ഒന്ന് പോ ദേവേട്ട. മനസ്സ് നിറച്ചു വൈദേഹിയുള്ളപ്പോ ഒന്ന് കൈ കൊണ്ട ഉടനെ മനസ്സങ്ങ് മാറുമോ? എന്നെ ഇഷ്ടപ്പെട്ടു പോകുന്ന ദേവേട്ടന് പേടിയാ. എനിക്ക് അങ്ങനെയുള്ള പേടിയൊന്നുമില്ല. എന്റെ കൈ എവിടെ ഇരുന്നോട്ടെ ദേവേട്ട. ഇടിയടി, കാലത്തിന് എടുത്തു വെച്ചേ എടുക്കാൻ. ദേവേട്ടന്റെ മനസ്സിൽ വൈദേഹി മാത്രല്ലേ ഉള്ളൂ. മതി നിർത്ത്. മനസ്സിൽ വൈദേഹി ഉള്ളപ്പോ കാല് വെച്ചാ എന്താ കുഴപ്പമെന്നല്ലേ ചോദിക്കാൻ പോന്നേ? ഇനി നിന്നെ എങ്ങനെ ഇഷ്ടപ്പെട്ട് പോകുമെന്നുള്ള പേടിയാണെന്നല്ലേ? പേടി തന്നെയാ. ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ട് പോകുമെന്നുള്ള പേടി കൊണ്ടൊന്നുമല്ല. വൈദേഹി കണ്ടാ വിഷമിക്കില്ലെന്ന് ഓർത്തിട്ടാ എനിക്ക് പേടി. കൈയെടുക്ക്. ഈ പരിപാടി ശരിയാവില്ല. എഴുന്നേക്ക്. എന്നിട്ട് വേഗം സ്ഥലം വിടാൻ നോക്ക്. പോയി അവിടെ ചെന്ന് എടുക്ക്. നിനക്ക് വേണ്ട എന്താ? ഫോണല്ലേ? എന്നാ പിടിച്ചോ. ഇനി ഇതിന്റെ കുറവ് വേണ്ട, പൊയ്ക്കോ. അതെ, വേഗം പോ. ഇനി എത്ര നാളത്തേക്കാ? മാളവിക എവിടുന്ന് പുകച്ചു പുറത്തി അടിക്കുന്ന വരെയല്ലേ? കാത്തിരിക്കാം. നമസ്കാരം. ഇതുവരെ കണ്ടില്ലല്ലോ വിനയ. വന്നിട്ടില്ലെന്നാ തോന്നുന്നേ. അമ്മ വന്നിരുന്നെങ്കിൽ മോൾ ഓടി വന്ന് കെട്ടിപ്പിടിക്കില്ലായിരുന്നോ? അതൊന്നും പറയാൻ പറ്റില്ല. വന്നാ നമ്മൾ കൈയോടെ പിടിക്കുന്നറിയില്ലേ. എന്തായാലും വരും പോവും ചെയ്യുന്ന ഒരാളെ നമ്മൾ വിട്ടുകളയരുത്. ഹലോ അമ്മേ. ദേവേട്ടാ, അവള് സംസാരിക്കുന്നുണ്ട്. അമ്മ വന്നെന്ന് തോന്നുന്നു. ഹലോ മോം, എവിടെ ഇപ്പോ? ഞാൻ എത്തി മോളെ. ജസ്റ്റ് ഗേറ്റ് കടന്ന് വരുന്നതേ ഉള്ളൂ. സൂക്ഷിക്കണേ അമ്മേ. എല്ലാരെയും മാനേജ് ചെയ്യാൻ എളുപ്പാ. ആ ജാനകിയെ മാത്രം മാനേജ് ചെയ്യാനാ കുറച്ച് പാട്. അമ്മ വന്ന് സെറ്റിലായിട്ട് വേണം അവളെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പുറത്താക്കാൻ. അവൾ എന്നെ പുറത്തടിക്കാൻ പോകുന്നത്ര. നിന്റെ അമ്മയെ ഒരു കഴുതയുടെ പുറത്തിരുത്തി ഞാൻ ഇവിടുന്ന് ഓടിക്കും. ഈ ആവേശം വേണ്ടെന്ന് പറഞ്ഞത്. നമ്മൾ ആവേശം കാണിക്കുന്നവർ അവർക്ക് കാര്യങ്ങൾ എളുപ്പമാവും. അകത്ത് കടന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ വലയിൽ അകപ്പെട്ടതുപോലെ തന്നെ പിന്നെ ഇവിടെ രക്ഷപ്പെടാൻ പറ്റില്ല. എന്തിനാ ഗേറ്റിനടുത്ത് നിൽക്കുന്നത്? ഇങ്ങോട്ട് കയറി വാ അമ്മേ. അകത്തേക്ക് കയറി വരുന്നുണ്ട് ദേവേട്ടാ, ശ്രദ്ധിച്ചു നോക്കണേ. ഒരാളെയും വിടാതെ നോക്കുന്നേ വേട്ടാ. മുഖം കണ്ടാ മനസ്സിലാവുമായിരിക്കും. ചെറുതായിട്ട് മാളവികയുടെ ചായ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും.
എന്റെ മോളെ ഈ വീട്ടിലെ മരുമകളാക്കി ബാക്കിയെല്ലാരെയും വഴിയാധാരമാക്കിയിട്ടേ ഈ വീട്ടിൽ കേറൂന്ന് കരുതിയതാ. പക്ഷെ കുറച്ച് നേരത്തെ ഇങ്ങ് പോരേണ്ടി വന്നു. ഒത്തിരി കാലം നീ ഈ വീട്ടിൽ സുഖിച്ച് ജീവിക്കലടാ ദശരഥ രാമവർമ്മേ. ഞാനിങ്ങെത്തി, നീ ഇനി സൂക്ഷിച്ചോ. ജാന ചേച്ചി തന്നെ അവരെ തന്നെ നോക്കുന്നത്. മാളവിക്ക് അവളുടെ അമ്മ എന്താ വിളിക്കുന്നറിയാലോ? ബേബി എന്നല്ലേ. അവരെ കണ്ടിട്ട് വല്ല കണ്ടത്തിലും പണിയെടുത്ത് കയറി വരുന്നവരെ പോലെയുണ്ട്. ഇവിടുത്തെ പാചകപ്പുരയിൽ പണിയെടുക്കാനോ ഇല പറക്കാനോ കയറി വന്നതായിരിക്കും. ഒന്നോടെ വന്നേ. അങ്ങോട്ട് ഉടയ്ക്ക. വീടിന്റെ പുറകിലാ പാചകം നടക്കുന്നത്. അങ്ങോട്ട് പോയാൽ മതി, ആ സൈഡിലൂടെ പോയാൽ മതി. അപ്പ ആള് നേരത്തെ കയറിയിട്ടുണ്ട്. ഇനിയിപ്പോ ഇവിടെ നോക്കി നിന്നിട്ട് വലിയ കാര്യമൊന്നും തോന്നുന്നില്ല. അമ്മയും മോള് നേരി കണ്ട് സംസാരിക്കാതിരിക്കൊന്നുമില്ലല്ലോ. അതിനിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പറയുകയും ചെയ്യും. ആ സമയത്ത് നമുക്ക് കയ്യോടെ പിടിക്കാം. ഇത്രയും പേരിലടുത്ത് എവിടെ നിന്ന് കണ്ടുപിടിക്കാനാ? ദേവേട്ട, അവരങ്ങനെ വന്ന വഴി പോവില്ലല്ലോ. ഞാൻ ചെന്നിട്ട് വേണം അച്ഛനും അമ്മയും ഒരുക്കാൻ. നമുക്ക് അകത്തേക്ക് പോവാം. വാ ദേവേട്ട, വന്നേ. അറുപതാം വയസ്സിലെ കല്യാണം നടക്കുന്ന പോലെയല്ല, 16 വയസ്സിലെ കല്യാണം പോലെ തന്നെയുണ്ട്. അനുജത്തിയെ നിന്നിൽ നിന്നകറ്റി, മരുമോളെയും അകറ്റി. എന്നിട്ടും നിന്റെ ഈ ചിരി മാത്രം മായ്ക്കാൻ സാധിക്കുന്നില്ല. ഇപ്രാവശ്യം ഞാൻ അതും ചെയ്തിരിക്കും. വല്യേട്ടാ, ചന്ദ്രികെ, 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 മോളെ ചന്ദ്രികെ, ഇനി വന്നേ. നീ ഇത്രയും കാലം എവിടെ ആയിരുന്നെന്ന് ഒരു വിവരം ഇല്ലായിരുന്നല്ലോ മോളെ. 1-2 സ്ഥലത്ത് വീട്ടുപണി ചെയ്യുന്നോണ്ട് ജീവിതം ഇങ്ങനെയൊക്കെ പോകുന്നു.
അന്ന് വല്യേട്ടൻ എന്തോ ദേഷ്യത്തിൽ പറഞ്ഞതുകൊണ്ട് ഇറങ്ങിപ്പോയതാ. എന്നിട്ട് ഇന്നാണ് നിന്റെ ദേഷ്യം തടുത്തത്. അനുജത്തിമാരുടെ സ്നേഹം അനുഭവിക്കാനുള്ള യോഗം എനിക്കില്ല കൗസല്യേ. എന്റെ ശാന്തമ്മയെയും എനിക്ക് നഷ്ടപ്പെട്ടു. അനുജത്തിയെ പോലെ വളർത്തിയ നീയും എന്നെ വിട്ടുപോയി. തെറ്റുപറ്റിപ്പോയി വല്യേട്ട. ഇനി ഒരിക്കലും ഞാൻ എങ്ങും പോയില്ല. എന്നോട് ക്ഷമിക്കും വല്യേട്ട. മോളെ ചന്ദ്രികേ, ജാനകി ചേച്ചി എന്താ അന്തം വിട്ട് നോക്കുന്നേ? നീ വിളിച്ചോണ്ട് പോമോളെ. വാ വാ ചെറുമേ. വാ ചെറുമേ. വാ. ചെറുമ്മ പോയി കുളിച്ചോളൂ. എന്നിട്ട് ഈ സാരി എടുത്തോ. ആയിക്കോട്ടെ മോളെ.